ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും sajuskitchen സ്വാഗതം. പാലൈസ്. ഇന്ന് നമുക്ക് പാലൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് പാലുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 6 പാലൈസാണ് ആക്കാനായിട്ട് പറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ കോൺഫ്ലവർ ഉപയോഗിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അത് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. കുറച്ച് പാലെടുത്തിട്ട് കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും മൈദപ്പൊടിയൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ മിക്കവാറും മൈദപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ മൈദപ്പൊടി ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒട്ടും കട്ട പിടിക്കാതെ ഇളക്കിയെടുക്കണം. ഇതിപ്പോ ഞാനിവിടെ നന്നായിട്ട് തന്നെ കട്ട പിടിക്കാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പാലൈസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരം ഏലക്കായുടെ പൊടിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാര മതിയാകും. അപ്പൊ തന്നെ നല്ല മധുരം ഉണ്ടാവും പാലൈസിനൊക്കെ. ഒരുപാട് മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരുപാട് മധുരം കുറഞ്ഞു കഴിയുകയാണെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ മധുരം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അതിലേക്ക് മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും അതിലൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. കാരണം അതിൽ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അടിയൊന്നും പിടിക്കരുത്, കട്ടയായി പോകരുത്. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതിപ്പം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര കട്ടിയിൽ മതി കേട്ടോ. ഇതിനെക്കാട്ടി കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഐസ് ഉണ്ടാക്കാനുള്ള മോൾഡിലേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയിരുന്ന മിക്സ് ആണ് ഇത്. കണ്ടില്ലേ, ഇത് ചൂടാറിയപ്പോൾ ഇതേപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി നമുക്ക് ഇതൊരു ഐസ് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഐസ് ഉണ്ടാക്കുന്ന മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലത്തെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ഗ്ലാസ്സോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഓരോന്നിലും കുത്തി കൊടുത്താൽ മതി. അപ്പോഴും ചെറുതായിട്ടൊക്കെ കിട്ടും. അതല്ല ഇതേപോലത്തെ ട്രേ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫുള്ളായിട്ട് നിറയ്ക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നിറയ്ക്കുക. കാരണം ഐസ് ഉറച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പൊന്തി നിൽക്കും. അപ്പൊ ഞാൻ എല്ലാത്തിലും ഇപ്പൊ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിക്ക് വെച്ചിട്ട് എല്ലാം ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ഇവിടെ സെറ്റായിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. അപ്പൊ നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ വെക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കയറ്റി വെക്കാൻ വേണ്ടി പോവാണ്. 8 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോന്ന്. ഇതിപ്പം 2 കപ്പ് പാലുകൊണ്ട് കറക്റ്റായിട്ട് 6 ഐസ് ബാറാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. ലേശം ബാക്കിയേ ഉള്ളൂ. കറക്റ്റായിട്ട് ഏകദേശം 6 എണ്ണം തന്നെ. ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഇവിടെ ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് എടുത്ത് നോക്കാണ്. നന്നായിട്ട് തന്നെ ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേണം നമുക്കിത് വിട്ടെടുക്കാനായിട്ട്.
ഇതേപോലെ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നില്ലെങ്കിൽ പൈപ്പിന്റെ ചുവട്ടിൽ ഒരു 10 സെക്കൻഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി, പൈപ്പ് തുറന്നു വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് നോക്കാം. കണ്ടില്ലേ, പാലൈസ് വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചേരുവകൾ മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിന്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.